പോയത് ഏകദേശം ഈ റോഡിനൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താ പറയുക, സ്കൂളിലാണ്. സ്കൂള് പൂട്ടി എന്ന് പറഞ്ഞ് ഇപ്പം ഇന്ന് സ്കൂളുണ്ട്. എന്താണ് സംഭവം, നല്ലെന്ന് എല്ലാവരും ഇറങ്ങുകയും ചെയ്തത്. ഇന്നലെ രാത്രി 12:30 കോഫി വേണമെന്നാണ്. കോഫി വാങ്ങി കൊടുത്ത് ഞാൻ കിടന്ന്. പിന്നെ വിളിച്ചിട്ട് ഒരു 1 മണി 1:30 വിളിച്ചുകൊണ്ട് എന്താ നെക്കാനക്കില്ലേ ആ സാധനം വാങ്ങണമെന്നാണ്. 1 മണി 1:30 കിടന്നിട്ട് അതും വാങ്ങിക്കൊടുത്തു. ഒന്നും പറയാനൊന്നുമില്ല, ഞാൻ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ മദ്രസ ഉണ്ട് പറഞ്ഞു, മദ്രസയിലേക്ക് പോന്നു. ഓഫീസിലും കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ കുട്ടികളെ എടുക്കാൻ വന്നതാണ്. ഇപ്പോൾ കുട്ടികളെ എടുത്തിട്ട് തള്ളനെടുക്കാൻ പോകണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ മഴനെ കുറിച്ചിട്ട്, മഴ പെയ്യുന്നു, വണ്ടി കഴുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ട്രോളായിട്ട് പറഞ്ഞിട്ടാണോ എന്നറിയില്ല. മഴ നിന്ന് ഇന്ന് മഴ ഇല്ല. എനിക്ക് തോന്നുന്നു എന്താ പറയുക, മഴ വിചാരിച്ചിട്ടുണ്ടാവും എന്നെ ട്രോളാണ് അവന്, അതുകൊണ്ട് മഴ നിന്നാണ്. നല്ല ചൂടാണ്. നമ്മൾ സ്കൂളും മദ്രസും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് പിന്നെ നോമ്പ് തുറന്ന് ഒരു ഉറക്കൊക്കെ ഉറങ്ങി നോമ്പ് തുറന്ന് ഇപ്പം നേരെ വന്നിരിക്കുകയാണ് പെട്രോൾ പമ്പിലേക്ക്. എന്തിനാ അറിയോ? പെട്രോൾ അടിക്കാനല്ല, വണ്ടി വാഷ് ചെയ്യാൻ. അവൻ്റെ വണ്ടി വാഷ് ചെയ്യാണ്ട്, അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി പോകണം. അവരവിടെ പണി വൃത്തിയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു വണ്ടി ഇല്ലെന്ന്, അതുകൊണ്ട് ഉണ്ട് അവിടുന്ന് വണ്ടി വാഷ് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടി ഇല്ലെന്ന് ഇവിടെ. നോമ്പ് തുറന്ന് 6:30 ആയിട്ടുള്ളൂ. നോമ്പ് തുറന്ന് ഉടനെ തന്നെയാണ്, അതുകൊണ്ട് ആരുമില്ല, പെട്ടെന്ന് കഴിയും. ഓക്കെ, പിന്നെ വേറെ പറയാനുള്ളത് എന്താ വെച്ചാൽ, അവരിന്ന് പുറത്തേക്ക് പോകില്ല. കാരണം അവർ പുറത്ത് പോകാത്തതിന് കാരണമുണ്ട്. കാരണം അവിടെ വീടിൻ്റെ മുറ്റത്ത് കസാലക്കെട്ട് ബാർബിക്യൊക്കെ അടിച്ച് അവിടെ ഇരിക്കാനുള്ള പ്ലാനാണ് അവരവിടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ കുറച്ചുകൂടെ ഉറങ്ങും ചെയ്യാം, രാത്രി നേരത്തെ ഉറങ്ങാം എന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. സമ്മതിക്കുമായിരിക്കും, നോക്കാം. ഓക്കെ, അപ്പോഴേ എന്താ പറയുക, ഞാനൊന്ന് പുറത്ത് പോകില്ലാന്ന് വിചാരിച്ചതാണ്. പക്ഷെ മുമ്പത്തേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേനെ. ഞാൻ ഇപ്പോൾ ഉള്ളത് ഗേറ്റ് മാളിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ, പാർക്കിങ്ങിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് 36 എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇവരെ ഇതിൽ നിന്ന് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്ക് കിട്ടലുണ്ട്. അപ്പോൾ അത് പോയി വാങ്ങണം. അത് വാങ്ങി കഴിഞ്ഞെങ്കിൽ എണ്ണ അടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നന്നായി ചുറ്റിക്കറങ്ങാം. നേരെ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിക്കറങ്ങാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റപ്പ് ചെയർ അല്ല, ഇവിടെ ആൾക്കാർ ഇരിക്കണം. വെറുതെ ഞാൻ അടി ചോദിച്ചു വാങ്ങും. അപ്പോൾ സംഭവം നടന്നിട്ടില്ല. കാരണേ ആ സാധനത്തിൻ്റെ പ്രിൻ്റ് വേണം. പ്രിൻ്റ് ഇല്ലാണ്ട് സാധനം തരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞതിനോട് അതൊന്നും വേണ്ട, നീ പോയിട്ട് ഫോൺ കൊടുക്കുന്നതാണ്. ഞാൻ ഫോൺ കൊടുത്ത് സംസാരിച്ചപ്പം നാളെ പോയി വാങ്ങിയാൽ മതി. ഓരോരുത്തർ തീരുമാനിക്കലാണ്, ഇവർക്കൊരു റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നേരെ പോയി പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പുറത്ത് ഡെഫിനറ്റ് ഉള്ളിൽ നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ അരമണിക്കൂർ, അതായത് ഗേറ്റ് മാളിൻ്റെ ഉള്ളിൽ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെയാണ്, അരമണിക്കൂറാന്ന് തോന്നുന്നു. ഇതുപോലെ ഫ്രീ ടൈം ഉള്ളൂ കേട്ടോ, അരമണിക്കൂറുള്ളൂ. അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. 3 റിയാലോ 5 റിയാലോ അങ്ങനത്തെ കണക്കുണ്ട്. ഓക്കെ, ഇതാണ് ദ ഗേറ്റ് മാൾ. ഓക്കെ, ഇതാണ് ദ ഗേറ്റ് മാൾ. അതായത് എന്താ പറയുക, ദഫ്നൻ്റെ ഉള്ളിലുള്ള ഒരു മാളാണിത്. ഓക്കെ, സിറ്റി സെൻറ്റർ അപ്പുറത്താണുള്ളത്. അതിന് നേരെ മുന്നിലുള്ള ഹോട്ടലൊക്കെ നോക്കിയേ. ഹോട്ടൽ ഇങ്ങനെ നോക്കണം ഉണ്ടോ. ഓക്കെ, ബിൽഡിങ്ങുകൾ ഇതൊക്കെ നമ്മൾ അവിടുന്ന് ഇടയ്ക്ക് നമ്മൾ പകൽ ഇതൊക്കെ കാണിക്കുന്ന, ഈ ബിൽഡിങ്ങൊക്കെ കാണിക്കുന്ന, ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ 2 ബിൽഡിങ്, ഇതാണ് നമ്മളെ മേഡത്തിൻ്റെ പണി സ്ഥലം. ഓക്കെ, പിന്നെ ഈ പണി അത് പുതിയ ബിൽഡിങ് ഇവിടെ പണി തീർന്നുകൊണ്ടിരിക്കണുള്ളൂ. വീഡിയോ എടുത്തിടാനേ
നമ്മളിതല്ല ഉദ്ദേശിച്ചിടത്ത് നമ്മൾ നടക്കണം. ഓല ഇറങ്ങി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പം നമുക്ക് ഇങ്ങനെ നടക്കുക, എന്നിട്ട് ഓരോന്ന് കാണിക്കാം. ഇതാണ് റയാൻ പ്ലാസ. കണ്ടാ അവിടെ ഇരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ട്. ഓക്കെ, റയാൻ പ്ലാസ എന്തോ ടവറൊക്കെയാണ്. ഇതാണ് ദ ഗേറ്റ് മാൾ. ഇതിങ്ങനെ നോക്കണ്ട, മേപ്പെട്ട് നോക്കിയാൽ മതി. അടിയിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു സംഭവം. അത് അണ്ടർഗ്രൗണ്ടും ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഫുള്ള് പാർക്കിങ്, മേലേക്ക് ഫുള്ള് എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, പിന്നെ എന്താ പറയുക ഷോപ്പിംഗ് മാളും ഉണ്ട്. എല്ലാം കൂടെയാണ്. എന്താ പുൾമാൻ ഹോട്ടൽ പുൾമാൻ. എന്താ അല്ലേ ഈ സിമ്പിൾ? എന്താ മനസ്സിലായി ഞങ്ങൾക്ക്? ഈ സിമ്പിൾ തന്നെയല്ല സിമ്പിൾ ഇവലെ ഖത്തർ എനർജീൻ്റെ ഒരു സിമ്പിൾ, ഇങ്ങനത്തെ സിമ്പിളാണ്. അതാണെന്ന് വിചാരിച്ചാൽ വന്ന് ഇത് വലുതാണെന്ന് തോന്നുന്നു. ഗേറ്റ് മാളിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനിയാണ് മോനെ കാണാനുള്ളത്. ഇങ്ങോട്ട് നോക്കി, പകല് ഒരു കോലമില്ലാത്ത ബിൽഡിങ്ങുകളാണ് അത് നോക്കി, കപ്പ് പോലെ നിൽക്കുന്നു. എന്താ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് ഇല്ല, അങ്ങോട്ടാണ് ലൈറ്റുകൾ. അപ്പം അങ്ങോട്ട് നടക്കണം അല്ലേ? പണി കിട്ടിയല്ലോ. ഇതൊക്കെ ഫ്ലവറൊക്കെ വെച്ചിട്ട്, ഒറിജിനൽ ഫ്ലവറാട്ടോ. ഇതെന്താ സാധനം? ഇത് മറ്റേ ലൈൻമേലൊക്കെ വെച്ച് കയറുന്ന ആ സാധനമല്ലത്, ലിഫ്റ്റാണത്. എന്തെങ്കിലും പോസ്റ്റുമേലൊക്കെ ലൈറ്റൊക്കെ ബൾബൊക്കെ മാറ്റണമെങ്കിൽ നമ്മളെ നാട്ടിലത്തെ മാതിരി ഒന്നും മാറ്റാൻ പറ്റില്ല. ഒക്കെ ആ മെഷീനറികളാണ്. ആ കൊട്ടയിൽ കയറിയിരുന്നാൽ എന്താ പറയുക മേലേക്ക് കയറാം. അങ്ങനെയാണ് അമ്പിളിമാമനും ബിൽഡിങ്ങുകളും. എന്താ അല്ലേ? പൂർണ്ണചന്ദ്രൻ, നക്ഷത്രങ്ങളൊന്നുമില്ലേ? ഇതാണ് മോനെ ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ. ഇതിനുള്ളിൽ കയറിയ വേറൊരു ലോകമാണ് കേട്ടോ, വേറൊരു ലെവലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയ. ഇതാണ് സിറ്റി സെൻറ്റർ. ഈ കാണുന്ന കാരിഫോർ ഇത് അതാണ് സിറ്റി സെൻറ്റർ. അതിൻ്റെ മുന്നിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും ആവാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുന്നൊരിട്ട് ഇറങ്ങിയാണ്. അന്ന് ഞാൻ ട്രെയിനൊന്നും കണ്ടില്ല, പക്ഷെ ഇതിന് ഭയങ്കര സംഭവം അതിൻ്റെ അടി. ഇത് മെട്രോ ആണെങ്കിൽ മെട്രോ ആണ്. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ, പുറത്ത് കാണുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഉള്ളിലേക്ക് ഞാൻ കാണിച്ചാലോ എത്രയേ ഉള്ളൂ അറിയാം. കണ്ടോ മെട്രോ? ഈ എം കണ്ടാൽ മെട്രോ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സലേറ്ററിൽ ഇങ്ങനെ ഇറങ്ങി പോവാം. അതൊരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ ഫാത്തിഹ കൊടുക്കുന്നുണ്ട് അവിടെ. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഞാൻ അതിൻ്റെ അടിയിലേക്ക് പോവാണ്. എൻ്റെ അടിയിലേക്കാണേ പോണേ. ഇത് സെക്കൻഡ് ഫ്ലോർ. ഇനിയും അടിയിക്കുണ്ടോ പഠിച്ചാനെ? നമ്മൾ വിചാരിച്ച മാതിരി ഒന്നുമില്ല. അങ്ങോട്ട് നോക്കി, എന്താ സെറ്റപ്പ്. അതായത് ഭൂമിൻ്റെ അടിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ മതി വിശ്വസിച്ചു. ഭൂമിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലാണ്, രണ്ടാമത്തെ ഫ്ലോറിൻ്റെ അടിയിലാണ് ഞാൻ. അതിൻ്റെ അടിയിലുള്ളൊരു സെറ്റപ്പ് നോക്കി ഞങ്ങൾ. നമ്മളെ എയർപോർട്ട് ഉള്ള പോലെയാണ് ഇത്. ഇനിയും അടിയിക്കുണ്ട് നോക്കി. അവിടെയാണ് വരുന്ന ട്രെയിൻ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ടിക്കറ്റ് ഇല്ലാണ്ട് കയറ്റൂല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കോഫി ഷോപ്പുണ്ട്, പിന്നെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. എന്താ പറയുക, നമ്മളെ എയർപോർട്ടില്ലേ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും എന്ന പോലെ സെറ്റപ്പാക്കി എടുത്തണം. അതിന് മാത്രം ഗ്രൗണ്ടുണ്ട്. ഓക്കെ, ATM എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ടിക്കറ്റ് എടുത്താലേ അടിയിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ട്രെയിന് കാണാൻ പറ്റും. ട്രെയിനല്ല, മെട്രോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കാനുള്ള വകുപ്പില്ല പറഞ്ഞാൽ ഈ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ എന്ത് കാട്ടാനാ. ഇവിടെ ഇടയ്ക്ക് വേറൊന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വലിയ ഓഫറുകളൊക്കെ ഇടും. അതായത് പെരുന്നാളിൻ്റെ ഓഫർ, ഈദിൻ്റെ ഓഫർ, പിന്നെ റമദാൻ്റെ ഓഫർ, തുറക്കൂലേ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഫറുകൾ ഇടും ഇവർ. അതായത് ടിക്കറ്റ് റേറ്റ് ഓഫറുകളുണ്ട്. അതൊക്കെ നല്ല പരിപാടിയാണ്. അപ്പം ആൾക്കാർ കൂടുതൽ കയറുമല്ലോ, ലീവുള്ള സമയത്ത് നോക്കിയിട്ട് ഓഫർ ഇടും. അതൊക്കെ ഒരു നല്ല ഗുണമുള്ള കാര്യമല്ലേ. ഈ കാണുന്ന ഈ ചെറിയൊരു കുറ്റിൻ്റെ ഉള്ളിൽ
ഇപ്പം നമ്മൾ പോയത് ഏകദേശം ഈ റോഡിനൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ഒരു കുറ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഇത്രയും സെറ്റപ്പുകൾ വരെ ഉണ്ടായി. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. മെട്രോ സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. റോഡിൻ്റെ നടുവ് കൂടെയൊക്കെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ വലിയ കൊടുത്ത്. അത് ശ്രദ്ധിക്കും. ഇതിന് മുന്നേ വീഡിയോയിൽ ഞാനൊരു ഫാനൊക്കെ കാണിച്ചതിന്, ഔട്ട് ഫാന്. അത് ഈ ട്രെയിന് പോകുന്നതിൻ്റെ ഫാനാണ്. ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. കഥ എന്ത് വിശ്വസിച്ചിട്ടാണ് പഠിച്ചോനറിയാം. ഇത് ചെറിയൊരു ഇളക്കുണ്ടായ പോലെ തീർന്നില്ലേ. ആകട്ടെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ.